ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. പല സ്ഥലങ്ങളിലായി കൊണ്ട് ഭക്തന്മാർ പല വിധത്തിലുള്ള ആചാരാനുഷ്ഠാനങ്ങൾ നിസ്വാർത്ഥമായിട്ട് ലോകനന്മയ്ക്ക് വേണ്ടിയിട്ട് എന്നുള്ള രീതിയിൽ പല വിധത്തിലുള്ള ആരാധനകൾ ചെയ്യുന്നു. ബ്രാഹ്മണര് അവരുടെ കർമ്മങ്ങളിലൂടെ യഥാർത്ഥമായിട്ടുള്ള ഈശ്വര തത്വത്തെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്നതായിട്ടുള്ള നിഷ്കാമ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു. അതുപോലെ തന്നെ എല്ലാ ലൗകിക ജീവിതത്തെയും മാറ്റിവെച്ച് ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് പല ദിക്കുകളിലായി യുഗങ്ങളോളം തപസ് ചെയ്യുന്നതായിട്ടുള്ള ഋഷീശ്വരന്മാര്, ഇങ്ങനെയുള്ളവരുടെയൊക്കെ അപാര കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ കലികാലത്ത് ഇതുപോലെ ഒന്ന് ഒത്തുകൂടുവാനും, ഒത്തുകൂടിയാൽ തന്നെയും ഈശ്വര വിചാരം ചെയ്യാൻ സാധിക്കുന്നുവെങ്കിൽ അവരുടെയൊക്കെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ്. അവരുടെയൊക്കെ പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ സത്സംഗത്തിലേക്ക് പ്രവേശിക്കാം. ഓരോ ദിവസങ്ങളും നമ്മൾ രാവിലെ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി നമ്മുടെ കർമ്മങ്ങൾ ആരംഭിക്കുന്നു. അപ്പോഴും നമ്മളുടെ ഈ മായ കൊണ്ട് പല കർമ്മങ്ങൾക്കും ആധാരം താൻ തന്നെയാണ് എന്നുള്ള ഒരു തോന്നലിലേക്ക് നമ്മൾ വഴുതി വീഴുകയാണ് ശരിക്കും. എന്നാൽ ഓരോ ദിവസത്തെയും എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യണ്ട, എന്തൊക്കെ സംഭവിക്കണം എന്നുള്ളതൊക്കെ ഇവിടെ ഓൾറെഡി ഭഗവാൻ നിശ്ചയിച്ച് വെച്ച കാര്യങ്ങൾക്ക് നമ്മൾ ഒന്ന് യന്ത്രമായിട്ട് നിൽക്കുന്നു എന്നേ ഉള്ളൂ സത്യത്തിൽ. പക്ഷെ നമുക്കത് ഉറപ്പിക്കാൻ സാധിക്കുന്നില്ല. അതെന്താ ഉറപ്പിക്കാൻ സാധിക്കാത്തതെന്ന് ചോദിച്ചാൽ, നമ്മൾ അതിൽ നിന്നും ഒരു ചെറിയ ഒരു സന്തോഷം കണ്ടെത്തുന്നുണ്ട് അതിൽ. ഇപ്പൊ നമ്മള് സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ പോലും വേണ്ട ഒരു ഈശ്വരാരാധനകളിൽ പോലും നമ്മളുടെ ഉള്ളില് മതം ഉണ്ടായി വരുന്നുണ്ട്. അതുപോലും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത തരത്തില് നമ്മളെ ആ മായയുടെ കറ ബാധിച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് വിട്ടുപോകണമെങ്കിൽ നമുക്കൊന്ന് മാത്രമേ ചെയ്യാനുള്ളൂ. നമ്മൾ പൂർണ്ണമായിട്ടും നമുക്ക് ഭഗവാന്റെ മുമ്പിൽ ഒന്ന് അടിയറവ് വെക്കാൻ നമുക്ക് സാധിക്കണം. എന്ത് കാര്യങ്ങളുണ്ടായിക്കോട്ടെ അതെല്ലാം അതിന് കാരണമായിട്ടുള്ളത് ഭഗവാനാണ്. നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഒക്കെ. നല്ലതൊക്കെ ഭഗവാനും അല്ലെങ്കിൽ നല്ലതൊക്കെ ഞാനും ചീത്തയൊക്കെ ഭഗവാൻ കാരണമാണെന്ന് നമ്മൾ പറയുന്നത് അല്ലാതെ, നല്ലതായിക്കോട്ടെ ചീത്തയായിക്കോട്ടെ ഒക്കെ ഇതിനൊക്കെ കാരണം ഈശ്വരനാണ് എന്ന ഒരു ഉറച്ച തീരുമാനം നമുക്കുണ്ടെങ്കിൽ എത്ര നമുക്ക് മനസ്സിനെ ഫ്രീ ആക്കി ഇടാൻ സാധിക്കും. നമ്മൾ അനുഭവിക്കുന്ന ഓരോ ദുഃഖങ്ങൾക്കും നമ്മൾ ചിന്തിച്ചുകൊള്ളുക, ഒരു കാര്യവുമില്ലാത്ത രീതിയിലാണ് നമ്മൾ ഇന്ന് പലതരത്തിലുള്ള ടെൻഷൻ നമ്മൾ അനുഭവിക്കുന്നത്.
നമ്മൾ വിചാരിക്കുന്നത് പോലെ പല കാര്യങ്ങളും സാധിക്കാതെ വരുമ്പോഴാണ് നമ്മളുടെ ഉള്ളില് അല്ലെ തേങ്ങലുകള് അല്ലെങ്കിൽ മറ്റുള്ളവരോടുള്ള വികാരങ്ങൾ നമുക്ക് വന്നു ചേരുന്ന അവിടെയാണ്. യഥാർത്ഥത്തിൽ നമ്മളല്ല ഇതെന്നൊക്കെ അങ്ങോട്ട് തീരുമാനിച്ചാലോ ഒക്കെ മാറും. നമ്മളെ കൊണ്ട് ഓരോന്നും ചെയ്യിക്കുകയാണ് ശരിക്കും. അത് നമ്മളെന്നുള്ളതല്ല, നമ്മളിനി ഏത് അവസ്ഥകള് അല്ലെങ്കിൽ ഏത് കാര്യങ്ങളാണെങ്കിലും ആ കാര്യങ്ങൾ എല്ലാവരുടെയും കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്ന ഒരു ശക്തി, ഒരു പ്രപഞ്ച ശക്തിയായിട്ടുള്ള ആ ഈശ്വരനാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിച്ചാൽ മനസ്സ് ഫ്രീ ആയിക്കൊണ്ട് സുഖമായിട്ട് നമുക്ക് ഇരിക്കാൻ സാധിക്കും. ദ്വന്ദ്വങ്ങളെ ഒക്കെ നമുക്ക് ജയിക്കാൻ സാധിക്കും. ഏതാ ഈ ദ്വന്ദ്വങ്ങള്? ചൂട്, തണുപ്പ്, അല്ലെ, സുഖം, ദുഃഖം, ഇരുട്ട്, വെളിച്ചം, ഇതെല്ലാം പ്രപഞ്ചത്തിൽ മാറി നിറയുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും ആധാരം ശരിക്ക് ഈശ്വരൻ തന്നെയാണ്. അത് ദ്രവ്യം, പിന്നെ കർമ്മം, അല്ലെ, കാലം, സ്വഭാവം, മനസ്സ്, ഇതിനെയൊക്കെ ബാധിച്ചിരിക്കുകയാണ്. ഇവിടെ ഉണ്ടായിരുന്നു, ഇവിടെ കാണുന്നില്ല അമ്മ. അപ്പൊ അത് തീർച്ചയായിട്ടും ആ ഒരു സത്യത്തെ നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് ഈ ദുഃഖം എന്നുള്ള ഒരു അവസ്ഥ നമ്മളെ അലട്ടുന്നില്ല. ശരിക്കും നമ്മളെ അലട്ടുന്നത് മുഴുവൻ എന്താണ് ശരിക്കും? നമ്മൾ വിചാരിക്കുന്നത് പോലെ നമ്മൾ പലതും നമ്മൾ അല്ലെ മുൻവിധിയോടുകൂടി തീരുമാനിച്ചതിനനുസരിച്ച് വരാതെ വരുമ്പോ എന്തായി? നമുക്ക് ദുഃഖമായി ശരിക്കും. അതൊന്നും ദുഃഖിക്കേണ്ട കാര്യമില്ല. കാരണം എന്താണ്? ഇതിന്റെ വരും വരായികളും വരുന്നതും ഇതിന് ചെയ്യുന്നതും ഒക്കെ എല്ലാത്തിനും ആധാരം ഈശ്വരനാണെങ്കിൽ നമ്മൾ വെറുതെ ഫ്രീ ആയിട്ട് സ്വതന്ത്രമായിട്ട് നമുക്ക് ഇരിക്കാൻ സാധിക്കും. ആ ഒരു തലത്തിലേക്കൊക്കെ ഭഗവാൻ നമ്മളെ ഉയർത്തിക്കൊണ്ട് വരട്ടെ. നമുക്ക് പതിവ് പോലെ പലതരത്തിലുള്ള ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ഈ ലോകത്ത് അല്ലെ, മുത്തശ്ശൻ മുത്തശ്ശിമാർക്ക് വേണ്ടിയിട്ട്, ഒറ്റപ്പെടലുകൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ട്, ദമ്പതിമാർക്ക് വേണ്ടിയിട്ട്, മക്കൾക്ക് വേണ്ടിയിട്ട്, പിന്നെയോ ഗുരുനാഥന്മാർക്ക് വേണ്ടിയിട്ട്, ശിഷ്യന്മാർക്ക് വേണ്ടിയിട്ട്, ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാല് സസ്യങ്ങള്, മൃഗങ്ങള്, അല്ലെ, നമുക്കറിയാൻ സാധിക്കില്ല. നമ്മൾക്കൊക്കെ വിവേചന ബുദ്ധിയോടുകൂടി നമ്മളെ ഈ മനുഷ്യവർഗത്തിലേക്ക് വന്ന് പെട്ടെങ്കിൽ മൃഗങ്ങളുടെ അവസ്ഥയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. എത്ര ദുഃഖം അവരനുഭവിക്കുന്നുണ്ട്. അവർക്കൊന്നും തിരിച്ചു പോലും ഒന്നും ചെയ്യാൻ വയ്യാത്ത രീതിയിൽ ഉള്ള രീതിയിൽ ഈ മനുഷ്യന്മാരിൽ നിന്ന് തന്നെ എത്രയോ ദുഃഖം, എത്രയോ ക്രൂരതകൾ അവർ അനുഭവപ്പെടുന്നു. ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാൻ ഒന്ന് മാത്രം നമുക്ക് എന്താണ്? എല്ലാവർക്കും ശാന്തിയും സമാധാനവും, എല്ലാവരുടെയും അജ്ഞത കൊണ്ടാണ് എങ്കിൽ അവർക്ക് ആ ജ്ഞാനപ്രകാശത്തെ നൽകി അവരുടെ ദുഃഖത്തിൽ നിന്നുമൊക്കെ ഒരു ശാന്തി ഉണ്ടാവണേ എന്നുള്ള നിസ്വാർത്ഥമായിട്ടുള്ള ഒരു ഭാവം നമുക്കുണ്ടാവണം. ആ ഒരു ആർദ്രഭാവത്തോടുകൂടി ജ്വരസ്തുതി ചൊല്ലി നമുക്ക് ഭാഗവതത്തിലേക്ക് പ്രവേശിക്കാം. ജ്വര ഉവാചാം നമാമി ത്വാനന്ദശക്തിം പരേശം സർവാത്മാനം കേവലം ജ്ഞപ്തിമാത്രം വിശ്വോൽപത്തി സ്ഥാന സംരോധഹേതും യത്തൽ ബ്രഹ്മ ബ്രഹ്മലിംഗം പ്രശാന്തം കാലോ ദൈവം കർമ്മജീവ സ്വഭാവോ ദ്രവ്യം ക്ഷേത്രം പ്രാണാത്മാ വികാര സംഘാതോ ബീജരോഹ പ്രവാഹത്വന്മായേഷാ തന്നിഷേധം പ്രപദ്യേ നാനാഭാവീർലീലയൈവോപവന്നീർദേവാൻ സാധൂൻ ലോകസേതൂൻ ബിഭർഷി സംസ്യൂന്മാർഗാൻ ഹിംസയാ വർത്തമാനാൻ ജന്മൈ തത്തേ ഭാരഹാരായ ഭൂമേ തത്വഹം തേ തേജസാ ദുസ്സഹേന ശാന്തോ ഗ്രേണാത്യുൽബണേന ജ്വരേണ താവത്താപോ ദേഹിനാം തേഘ്രിമൂലം നോ സേവേരൻ യാവദാശാനുബദ്ധ താവത്താപോ ദേഹിനാം തേഘ്രിമൂലം നോ സേവേരൻ യാവദാശാനുബദ്ധ താവത്താപോ ദേഹിനാം തേഘ്രിമൂലം നോ സേവേരൻ യാവദാശാനുബദ്ധ.
സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.